നമസ്കാരമുണ്ട് പ്രിയ മിത്രങ്ങളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു അടിപൊളി കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥയിലേക്ക് കടക്കാം. എൻ്റെ പേര് ജയകൃഷ്ണൻ. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയത്തിയും ഉണ്ട്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിനാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ 1 കിലോമീറ്റർ അകലെയാണ് ഒരു ടൗൺ ഉള്ളത്. അവിടം വരെ നടന്നു പോയി വേണം ബസ് കയറി കോളേജിലേക്ക് പോകാൻ. 9 മണിക്കുള്ള ബസ്സിൽ പോയാൽ 10 മണിക്ക് മുൻപായി കോളേജിലെത്തും. ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. സമയമായി വരുന്നതേ ഉള്ളൂ. ബസ് അവിടെ നിർത്തിയിട്ടേപ്പുണ്ട്. കണ്ടക്ടറും ഡ്രൈവറും കൂടി അവിടെയുള്ള ചായക്കടയിൽ നിന്ന് ചായ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുന്നു. ബസ് വിടാൻ ഇനി ഒരു 10 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. അതിനിടയിൽ യാത്രക്കാർ ഓരോരുത്തരായി എത്താൻ തുടങ്ങി. സ്ത്രീകളും കുട്ടികളും കൂലിവേലയ്ക്ക് പോകുന്നവരും ഉദ്യോഗസ്ഥരും കൂടി ഒരുപാട് യാത്രക്കാർ കാണും. അവർ സ്ഥിരം യാത്രക്കാരാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈവറും കണ്ടക്ടറും ചായ കുടി കഴിഞ്ഞു വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആൾക്കാരെല്ലാം ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു. ഞാനും ബസ്സിൽ നടുക്കുള്ള ഒരു സീറ്റിൽ കയറി സ്ഥലം പിടിച്ചു. ബസ് പുറപ്പെട്ട് 2-3 സ്റ്റോപ്പുകൾ കഴിഞ്ഞപ്പോഴേക്കും ബസ്സിലെ സീറ്റുകൾ ഫുള്ളായി. പ്രായമുള്ള ഒരാൾ കയറി വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. അടുത്ത സ്റ്റോപ്പിൽ നിന്നും കുറേയേറെ ആൾക്കാർ ബസ്സിൽ കയറി. ആ കൂട്ടത്തിൽ ഒരു അടിപൊളി ചേച്ചിയും കയറുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല വട്ടമുഖവും നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയും സീമന്തരേഖയിൽ സിന്ദൂരവും എല്ലാമുള്ള ഒരു അടിപൊളി സുന്ദരി. ഒരു ടൈറ്റ് ചുരിദാറാണ് അവരുടെ വേഷം. ബസ് പിന്നെയും മുന്നോട്ടെടുത്തു. പല സ്റ്റോപ്പുകളിൽ നിന്നും ആളുകൾ ഒരുപാട് പേർ കയറി. എന്റെ കോളേജിനടുത്ത് തന്നെയാണ് ഒരു ഗവൺമെന്റ് സ്കൂളും 1-2 ട്യൂഷൻ സെന്ററും എല്ലാം ഉള്ളത്. അവിടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാം ഈ ബസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല കമ്പനിയാണ്. അങ്ങനെ കോളേജിന്റെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി ഞാൻ കോളേജിലേക്ക് നടന്നു. എനിക്കങ്ങനെ ഒരുപാട് കമ്പനികളൊന്നും കോളേജിൽ ഇല്ലായിരുന്നു. ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാൽ ഞാനും നന്നായി അവരോട് സംസാരിക്കും. അങ്ങനെ അന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു ബസ്സിൽ പോകുമ്പോൾ തിരക്ക് നന്നേ കുറവായിരുന്നു. എന്റെ കോളേജിലെ ചിലർ മാത്രമേ ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സൈഡ് സീറ്റിൽ തന്നെ ഇരിക്കാൻ പറ്റി. അങ്ങനെ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും അമ്മ ചായ എടുത്ത് ഡൈനിങ് ടേബിൾ വെച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ പതിയെ റോഡിലേക്കൊക്കെ ഇറങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ബസ്സിൽ കണ്ട ആ ചേച്ചിയെ ഞാൻ പരിചയപ്പെട്ടു. ചേച്ചിയുടെ പേര് സ്മിത. ഒരു 10-30 വയസ്സ് കാണും. ചേച്ചിയുടെ ഭർത്താവ് കുവൈറ്റിലാണ്. ചേച്ചി എന്റെ കോളേജിനടുത്തുള്ള ഹൈസ്കൂളിലെ ടീച്ചറാണ്. ചേച്ചിയുടെ വീട്ടിൽ അമ്മായിയപ്പനും അമ്മായിയമ്മയും മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് കുട്ടികളൊന്നും ഇതുവരെ ആയിട്ടില്ല. ചേച്ചി നല്ല കമ്പനിയാണ്. എല്ലാവരോടും ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കുമെങ്കിലും ആളും തരവും അറിഞ്ഞ് എപ്പോഴും അവർ ഒരു അകലം പാലിച്ചിരുന്നു. പലരും മൊബൈൽ നമ്പറൊക്കെ ചോദിച്ചെങ്കിലും അതൊന്നും അവർ ആർക്കും കൊടുത്തിരുന്നില്ല. ചിലപ്പോൾ ചേച്ചി സാരി ഉടുത്തുകൊണ്ടാണ് വരാറുള്ളത്. ശരീരഭാഗത്തിന്റെ ഒരു കണിക പോലും വെളിയിൽ കാണിക്കാതെ ആയിരുന്നു ചേച്ചിയുടെ ആ സാരി ഉടുപ്പ്. എനിക്കാണെങ്കിൽ ചേച്ചിയോട് ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അവർ ഒരു സാധാരണ ചേച്ചി മാത്രമായിരുന്നു. അവരെ കണ്ടാൽ ഒരു പ്രത്യേക വികാരമോ ഒരു സ്നേഹമോ ഒന്നും തന്നെ അവരോട് എനിക്ക് തോന്നിയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം കോളേജ് വിട്ടു വന്ന് ഞാൻ നേരത്തെ തന്നെ ബസ്സിൽ സീറ്റ് ഉറപ്പിച്ചു. അപ്പോഴാണ് സ്മിത ചേച്ചി സ്കൂള് വിട്ടു വന്ന് ബസ്സിൽ കയറിയത്. ബസ്സിലാണെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയും എന്റെ അടുത്ത് വന്നിരുന്ന് ഓരോരോ കുശലവർത്തമാനങ്ങൾ എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ ചേച്ചി എന്നോട് ചോദിച്ചു, നിനക്ക് കോളേജിൽ ലൈൻ വല്ലതും ഉണ്ടോ? ഓ, എനിക്കോ? ഞാൻ പെൺപിള്ളാരുടെ മുഖത്ത് പോലും നോക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു ചിരിച്ചു. ആ, നീ മുഖത്ത് നോക്കത്തില്ല, വേറെ പലയിടത്തുമായിരിക്കും നോക്കുന്നത്. ചേച്ചിയുടെ ആ കളിയാക്ക് കേട്ടപ്പോൾ ഞാനൊന്ന് ചമ്മി. പോ ചേച്ചി എവിടുന്ന്, നമ്മളെയൊക്കെ ആര് പ്രേമിക്കാനാ ചേച്ചി? ഞാൻ പറഞ്ഞു. അതെന്താടാ, നിനക്കെന്താണ് കുഴപ്പം? നിന്നെ കാണാൻ സുന്ദരനല്ലേ? അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. ചേച്ചി എന്നെ മൊത്തത്തിലൊന്ന് ഉഷാറാക്കി. എടാ, ഒരു പെൺകുട്ടിയെ ലൈൻ അടിക്കുന്നെങ്കിൽ അവളുടെ സർവ്വ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷമായിരിക്കണം അവളെ പ്രേമിക്കാൻ പോകുന്നത്. ഞാൻ തലകുലുക്കി. ചേച്ചിയുടെ സംസാരം കേട്ടപ്പോൾ ചേച്ചി ഇതിലൊക്കെ നല്ല എക്സ്പെർട്ട് ആണെന്ന് എനിക്ക് തോന്നി.
എനിക്ക് അവരോട് ഒരു വല്ലാത്ത സ്നേഹം തോന്നി. അങ്ങനെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ലൈൻ അടിക്കണം. ചേച്ചി എനിക്ക് സപ്പോർട്ടുണ്ട്. ചേച്ചി വാക്ക് തന്നതിനാൽ ഞാൻ രണ്ടും കൽപ്പിച്ച് കളരിയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ ഓരോ പെൺകുട്ടിയെ കാണുമ്പോഴും അവളെ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കും. എന്നാൽ ചേച്ചിയാണെങ്കിൽ 2-3 ദിവസം എടുത്ത് അവളെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം അതങ്ങ് തള്ളിക്കളയും. അവിടെ സ്വഭാവം ശരിയല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേരില്ല, ചേച്ചി ഇങ്ങനെയൊക്കെയാണ് ഓരോ കാരണങ്ങൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഞാനും ടീച്ചറമ്മയുമായി നല്ല ഫ്രണ്ട്സായി. ഇപ്പോഴാണെങ്കിൽ ഞാൻ അവരെ ടീച്ചറമ്മ എന്നാണ് വിളിക്കാറുള്ളത്. ടീച്ചറമ്മയ്ക്ക് ഇപ്പോൾ എന്നോട് സംസാരിക്കാനുമൊക്കെ ഭയങ്കര താല്പര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചറമ്മയുടെ കൂടെ ആരെങ്കിലും ചേർത്ത് കളിയാക്കിയാൽ ടീച്ചറമ്മ അവരുടെ നേരെ ദേഷ്യത്തിൽ ചാടി ചെല്ലും. പക്ഷേ എന്റെ പേര് ചേർത്ത് കളിയാക്കിയാൽ ടീച്ചറമ്മ ഒരു നാണം കലർന്ന ചിരി ചിരിക്കും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ കുളിര് കോരും. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഞങ്ങൾ രണ്ടുപേരും ഒന്നും കൂടി അടുത്തു. ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങളും ടീച്ചറമ്മ അവരുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഭർത്താവ് സ്നേഹമുള്ളവനാണെങ്കിലും ആളൊരു സെൽഫിഷ് ആണെന്ന് എന്നോട് തുറന്നു പറഞ്ഞു. 2 വർഷം കൂടുമ്പോൾ 1 മാസത്തെ ലീവിന് വരും. വന്നാൽ തന്നെ പുള്ളിക്കാരൻ എപ്പോഴും കൂട്ടുകാരുമായിട്ട് കറക്കമാണ്. ടീച്ചറമ്മയ്ക്ക് ഭർത്താവിനെ ഒരു സമയത്തും കിട്ടത്തില്ല. അങ്ങനെ 1 മാസത്തെ ലീവും കഴിഞ്ഞ് പൊടിയും തട്ടി അങ്ങേരുടെ പോക്കിനും പോകും. ടീച്ചറമ്മയെല്ലാം ഉള്ളിലൊതുക്കി അങ്ങ് ജീവിച്ചുപോയി. പിന്നെ വീട്ടിൽ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഉണ്ട്. അവരൊക്കെ ഒരു പരിധി വിട്ട് ഒരു തമാശയും പറയാറില്ലെന്നും കുറച്ച് ഗൗരവത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും ടീച്ചറമ്മ എന്നോട് പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചേച്ചി കുറച്ചധികം ഫ്രീ ആയി എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ അടുത്തു എന്ന് പറയാം. പറയുന്ന കൂട്ടത്തിൽ അല്പസ്വല്പം മസാലകളുമൊക്കെ ടീച്ചറമ്മ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും പറയുന്ന ടീച്ചറമ്മയ്ക്കും ഒരു അനുഭൂതിയാണ്. ഒരു ദിവസം ടീച്ചറമ്മയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന് എന്നെയും ക്ഷണിച്ചു. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി. അന്ന് ടീച്ചറമ്മയെ കാണാൻ ഒരു പ്രത്യേക ഗ്ലാമർ ആയിരുന്നു. നല്ല ബ്ലൂ കളറിലുള്ള ഒരു സാരിയായിരുന്നു അവരുടെ വേഷം. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. എന്നോട് പോകരുതെന്ന് ടീച്ചറമ്മ പറഞ്ഞു. എന്തിനായിരിക്കും ഞാനിവിടെ നിൽക്കാൻ അവർ പറഞ്ഞത്? ഞാൻ ചിന്തിച്ചു. ഏയ്, അതിനൊന്നും ആയിരിക്കില്ല. ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചറമ്മ അങ്ങോട്ടേക്ക് വന്നു. ആ ജയകൃഷ്ണ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെടാ? ടീച്ചറമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫുഡ് കഴിച്ചതല്ലേ ഉള്ളൂ ടീച്ചറമ്മേ, പിന്നീടാകട്ടെ. എനിക്ക് നിന്നോടേ ഒരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് ടീച്ചറമ്മയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ ഞാനൊന്ന് പതറി. ഷോ, എന്തായിരിക്കും ഇവർ പറയാൻ പോകുന്നത്? ഒന്നാമത് ഭർത്താവ് നാട്ടിലില്ലാത്ത 10-30 വയസ്സ് മാത്രം പ്രായമുള്ള എന്തിനും പോന്ന ഒരു ഉഗ്രൻ പീസ്. എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ? എനിക്കാണെങ്കിൽ ആകെ വല്ലാതെയായി. എന്താ ടീച്ചറമ്മേ, പറഞ്ഞു? ഞാൻ പറഞ്ഞു, കുറച്ചു നാളായി നിന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് എനിക്ക് അതിനു പറ്റിയ സമയം കിട്ടിയത്. എനിക്കാണെങ്കിൽ അതും കൂടി കേട്ടപ്പോൾ തള്ളവിരൽ മുതൽ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. ടീച്ചറമ്മ പറയാൻ തുടങ്ങി. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എന്റെ ഭർത്താവിന്റെ കാര്യം? 1 മാസത്തെ ലീവിന് വന്നാൽ പോലും എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യൻ. ഞാനും ഒരു സ്ത്രീയല്ലേടാ. നീ ഒന്ന് മനസ്സ് വച്ചാൽ. ഞാൻ ഞെട്ടിപ്പോയി. ടീച്ചറമ്മേ, അത് ആരെങ്കിലും അറിഞ്ഞാൽ? ഓ, ആരറിയാനടാ. ഇപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അവർ നാത്തൂന്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക. നീ ബാ. അവർ ഒരു വല്ലാത്ത ചിരി ചിരിച്ചുകൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് സ്വപ്നമാണോ? ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ബെഡ്റൂമിന്റെ കഥ കടഞ്ഞു. പിന്നെ അവിടെ കൊടുങ്കാറ്റാണോ അതോ പ്രളയമാണോ ഉണ്ടായത്? ഒന്നും പറയാനുള്ള വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല.